പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. സ്ഥിതിഗതികൾ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുകയും വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ എസ് ജയശങ്കർ തന്നെ എക്സിലാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ആത്മസംയമനം പാലിക്കണമെന്നും സ്ഥിതി ആശങ്കാജനകമാണെന്നും നയതന്ത്ര തലത്തിൽ ഇത് പരിഹരിക്കാൻ ഇന്ത്യ എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണെന്ന് കൂടി ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് ഒരു മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. പ്രാദേശിക ഭരണകൂടം, അതായത് ഇറാനിലും ഇസ്രയേലിലുമുള്ള പ്രാദേശിക ഭരണകൂടം എന്താണോ പറയുന്നത് അത് അനുസരിക്കണമെന്നും ആവശ്യമില്ലാതെ പുറത്ത് ഇറങ്ങരുതെന്നുമാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൃത്യമായി തന്നെ ഫോളോ ചെയ്യാനും ഇവർക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു അടിയന്തര സാഹചര്യമില്ല. അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ഇവരെ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടികളും അണിയറയിൽ ഒരുങ്ങുന്നതായിട്ടാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.